ഇത്രയും സൂര്യനാണ്, ചന്ദ്രനാണ്, അഴികനാണ്, കുന്തമാണ്, കുറച്ചൊക്കെ ഉള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും. ദൈവത്തിന്റെ വരദാനമാണ്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? CPM ചർച്ച ചെയ്തില്ല. അവര് സ്തുതിവാദക സംഘമാണ്. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPM-ന്റെ ജീർണതയുടെ ആരൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ആരും വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിന്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു. 2-3 വർഷം. അന്ന് ജ്ഞാനപീഠ അവാർഡ് നേതാവായ മഹാശ്വേതാദേവി, ബംഗാളിലെ മനസാക്ഷിയായ എഴുത്തുകാരി, ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ട് വിമർശനം നടത്തി. ഇതൊക്കെ ഓർമ്മയുണ്ടാവും. എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിന്റെ മനസാക്ഷി സൂക്ഷിച്ചതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഔന്നത്യമായ MT വാസുദേവൻ നായര് മഹാശ്വേതാദേവിയെ പോലെ ഈ CPM-ന്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നണിയുമായി അവരെന്നെ കാണുന്നത്. ജീർണത ബാധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എത്ര നാളായി പറയാൻ തുടങ്ങിയത് ഈ പറഞ്ഞ വാചകങ്ങൾ. ഇവര് ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഇവര് സംഘപരിവാറിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഫാസിസത്തെ നമ്മള് രാജ്യവ്യാപകമായി എതിർക്കുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിന്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത്. അടിച്ചമർത്തൽ, അക്രമം, അനീതി, ഇരട്ടനീതി, അസഹിഷ്ണുത, ഇതെല്ലാം മോഡി ഭരണകൂടത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ്. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച, ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ. ലീഗൊക്കെ വളരെ കൃത്യമായ നിലപാടാണ്. ലീഗും സമസ്തയുടെ നിലപാടില്ല. ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ആരാധന, വിശ്വാസം എല്ലാം മതപരമായ കാര്യങ്ങളാണ്. അത് അതാത് ആളുകൾ തീരുമാനിക്കട്ടെ, അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. സത്യം പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കളെയും ലീഗിന്റെ നേതാക്കളെ അഭിനന്ദിക്കട്ടെ. കേരളം മുഴുവൻ, കേരളത്തിലെ എല്ലാ സമൂഹവും, എല്ലാ സമുദായങ്ങളും. കാരണം എത്ര പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സയ്യിദ് ഗഫ്രി തങ്ങൾക്ക് എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, പോലും കേരളത്തിന്റെ ശരീരത്തിൽ ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരെന്ന് പറഞ്ഞത്. അവർ നേരെ തിരിച്ചു പറയാറുണ്ടല്ലോ, കയ്യടിക്കാൻ വേണ്ടി പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ മതവികാരം ആളെ കത്തിക്കാൻ പറയാറുണ്ടല്ലോ. അയോധ്യയുടെ മണ്ണിലേക്ക് ഒരാൾ കാലൂത്തിപ്പോകുന്ന പല ഭാഷയുണ്ട്, ഒന്നും അവർ പറഞ്ഞില്ലല്ലോ. അതാണ് പക്വതയേറിയ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഒക്കെ കേരളത്തിൽ ഉണ്ടെന്നുള്ള ആശ്വാസം. അത് അന്വേഷിക്കട്ടെ. ഞങ്ങള് സഹകരണ സംഘവുമായിട്ട് വന്ന ഏത് പരാതിയിലും അന്വേഷിക്കണമെന്ന നിലപാട്. ഞാൻ ഇന്നലെ വയനാട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത്. 108 കോടി രൂപയുടെ അഴിമതി നടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി, അത് CPM ഉൾപ്പെടെ എനിക്ക് പരാതി ഇടാൻ പോകുന്നു. മാസങ്ങളായി ഒരു നടപടിയില്ല. ആ നടപടി എടുക്കുന്ന ഒരു സമരം ചെയ്തവർക്കെതിരായി ജാമ്യമില്ലാത്ത കേസാണ് DCC പ്രസിഡന്റ് അടക്കം. ഇരട്ട നീതിയാണ്. ഏത് കോൺഗ്രസ് ബാങ്കിനെ കുറിച്ച് ഏത് പരാതി ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അന്വേഷിക്കാം. ഞങ്ങൾ കൂടി ബോധ്യപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദികളായ ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കരിവന്നൂർ ഒരാളെ സംരക്ഷിക്കില്ല. കരിവന്നൂരിലൊക്കെ അട്ടവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിക്ഷേപകരെ സംരക്ഷിക്കും. കൊള്ളക്കാരെ കുടുങ്ങിടക്കി എന്നാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളക്കാരെ പുറകിലേക്ക് കൊടുക്കുകയും നിക്ഷേപകരെ വഴിയാതരാക്കുകയും ചെയ്യും. നമ്മുടെ നിലവാരം ക്ലിയറാണ്. ഏതൊക്കെ സ്ഥലത്തുണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അത് നോക്കില്ലേ, വന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അവരാരെങ്കിലും അതെ CPM ഏരിയ സെക്രട്ടറി ലീഗുണ്ട്, നമുക്ക് അന്വേഷിക്കാം.
കിട്ടില്ല. കഴിവന്നൂരിലൊക്കെ എല്ലാ കൊള്ളക്കാരും ഇപ്പോഴും പാർട്ടിയുടെ സ്ഥാനത്തുണ്ട്, ഈ പോസ്റ്റുണ്ട്. എല്ലാവരും കൂട്ടുനിന്ന ആളുകൾ, ലോൺ കൊടുത്ത ആളുകൾ, മറിച്ച ആളുകൾ, ഈ പൈസ അടിച്ചു മാറ്റിയ ആളുകൾ, സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ആളുകൾ ഇപ്പോഴും അവിടെ ഇരിക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ഒന്നും ഇരിക്കില്ല. അഴിമതി കാണിച്ചിട്ട് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കാണ് വഴി. അത് ഞങ്ങൾ ചെയ്യും. അതൊക്കെ ലീഗും കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച വരും. ആ ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഒരു വഴക്കില്ല. ഞാൻ നേരത്തെ ഉഭയകക്ഷി ചർച്ച വെച്ചിട്ട് UDF ചെയർമാനായ ഞാൻ വന്ന് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ്. ചർച്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് തീരുമാനം. ഓക്കെ.